ഹലോ നമസ്കാരം, ഞാൻ ബിൻസി. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു തരി എണ്ണ പോലും ഉപയോഗിക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് എയർ ഫ്രയറിൽ വറുത്തെടുക്കുന്ന ഒരു ചിക്കൻ സ്ട്രിപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി ബോൺലെസ് ചിക്കൻ ഞാൻ ഇതുപോലെ നീളത്തിൽ സ്ട്രിപ്സായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനൊരു മാരിനേഷൻ റെഡിയാക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയായിട്ട് നമുക്ക് ഈ ചിക്കനും ഇട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിൽ ഞാൻ കുരുമുളക് പൊടി മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ച് നമുക്ക് 1 മണിക്കൂർ നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. അത് കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. മിക്സിയിലിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല, തരിതരയായിട്ട് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട 2 മുട്ടയും അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ചിക്കൻ നമ്മൾ കട്ട്ലേറ്റൊക്കെ വറുത്തെടുക്കുന്നത് പോലെ ആദ്യം ഈ മുട്ടയിലൊന്ന് മുക്കി അതിനുശേഷം ഈ കോൺഫ്ലേക്സിലും ഒന്ന് മുക്കി കോട്ട് ചെയ്തെടുക്കും. കോൺഫ്ലേക്സ് പൊടിച്ച് വെച്ചിലേക്ക് ഞാനൊരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസും ഇതുപോലെ എടുത്ത് ആദ്യം മുട്ടയിലൊന്ന് മുക്കി അതിനുശേഷം കോൺഫ്ലേക്സിൽ ഒന്ന് പൊതിഞ്ഞെടുക്കാം. എല്ലാ ചിക്കനും ഇതുപോലെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം കാണാം. എല്ലാം ഇനി ഇങ്ങനെ റെഡി ആക്കിയിട്ട് നമുക്കത് എയർ ഫ്രയറിൽ വറുത്തെടുക്കാം. എയർ ഫ്രയർ ഓൾറെഡി ഞാനൊരു 5 മിനിറ്റ് നേരം 170 ഡിഗ്രിയിൽ ഓണാക്കി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓരോ ചിക്കനും നിരത്തി വെച്ച് കൊടുക്കാം. മുകളിൽ വെച്ച് കൊടുക്കരുത്, നിരത്തി വേണം വെച്ച് കൊടുക്കാനായിട്ട്. എനിക്കിങ്ങനെ 2 കമ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള എയർ ഫ്രയറാണ്. ഞാനപ്പോൾ 2ലും നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുക്കിംഗ് ഓയിൽ ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ചാണ് സ്പ്രേ ചെയ്തിട്ടുള്ളൂ, അത് ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് മാത്രം ചെയ്യാം. ഇനി 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് ഓണാക്കി കൊടുക്കാം. ഒരു തരി എണ്ണ വേറെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, ജസ്റ്റ് ലാസ്റ്റിലൊന്ന് സ്പ്രേ ചെയ്തിട്ടേ ഉള്ളൂ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. കൂടുതൽ സമയം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഡ്രൈ ആയി പോകും. അപ്പോൾ നമ്മളത് 2 സൈഡും ഒന്ന് ക്രിസ്പി ആയപ്പോൾ തന്നെ നമ്മൾ എടുക്കുകയാണ്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള അതേസമയം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണിത്. നമുക്കിത് സാലഡിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെയൊക്കെയും കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ഐറ്റമാണ്. പിള്ളേർക്ക് സ്കൂളിൽ ലഞ്ചിന് കൊടുത്ത് വിടാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.